ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് ഐസിങ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ്. അതുപോലെ തന്നെ നമ്മൾ പൈപ്പിങ്ങിൻ്റെയും ഒരു വീഡിയോ കാണിക്കുന്നുണ്ട്. ഇതൊരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് എടുക്കാം. 1/2 കപ്പ് പഞ്ചസാരക്കകത്ത് 1 കപ്പ് വെള്ളം ഒഴിച്ചാണ് ഷുഗർ സിറപ്പ് തയ്യാറാക്കുന്നത്. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്കോ മിഠായി മേറ്റോ എന്ത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു നുള്ളു ഉപ്പും കൂടി നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് മാറ്റി വെക്കാം. ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. കേക്കിലോട്ട് നമ്മൾ ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുമ്പോൾ വളരെ കുറച്ച് മാത്രമാണ് ഒഴിക്കാൻ പാടുള്ളൂ. നമ്മൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കേക്കാണെങ്കിൽ വളരെ കുറച്ച് മാത്രം നമ്മൾ ആഡ് ചെയ്താൽ മതിയാകും. ഒരു 1/2 കപ്പ് അല്ലെങ്കിൽ 1/2 കപ്പിനേക്കാളും കുറവ് നിങ്ങൾക്ക് എങ്ങനെയാണോ അത് ഒഴിക്കുമ്പോൾ ഒരുപാട് വെറ്റായി പോരുത്. ഒരുപാട് വെറ്റായി പോയിട്ടുണ്ടെങ്കിൽ അത് മുറിക്കുമ്പോൾ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഐസിങ് ചെയ്യുമ്പോഴും അത് ലീക്കാവാനുള്ള ചാൻസും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കുറച്ച് മാത്രം ആഡ് ചെയ്താൽ മതിയാകും. കേക്കിൻ്റെ ഒരു ഭാഗം ഷുഗർ സിറപ്പ് ഒഴിച്ച് വെച്ച് ചെയ്തതിന് ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം കേക്ക് ബോർഡിലോട്ട് കുറച്ച് ക്രീം അപ്ലൈ ചെയ്യാം. ഏറ്റവും മുകളിലത്തെ ഭാഗമാണ് നമ്മൾ ഏറ്റവും അടിയിൽ വെക്കുന്നത്. ഏറ്റവും മുകളിൽ വെറ്റ് ചെയ്ത ഭാഗം നമ്മൾ താഴത്തോട്ട് കമത്തി വെക്കുന്നു. അതിനുശേഷം മുകളിൽ നമ്മൾ വീണ്ടും വെറ്റ് ചെയ്ത് കൊടുക്കുന്നു ഷുഗർ സിറപ്പ് കൊണ്ട്. ഈ സമയത്ത് നമ്മൾ വലിയ സ്പൂൺ ആണെങ്കിൽ 3-4 സ്പൂൺ മതിയാകും. ഇത് കുഞ്ഞു സ്പൂൺ ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് അധികം ഒഴിക്കുന്നത്. പിന്നെ നമ്മൾ ബ്രഷ് ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. അതിനുശേഷം നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. പാലറ്റ് നൈഫ് കൊണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ ചെറി ക്രഷാണ് ഉപയോഗിക്കുന്നത്. വൈറ്റ് ഫോറസ്റ്റിന് വേണ്ടി ചെറി ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് വൈറ്റ് കോമ്പൗണ്ട് ഗ്രേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് നമ്മൾ കുറച്ച് ഹാർഡാക്കിയതിന് ശേഷം അതും കേക്കിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് പാലറ്റ് നൈഫ് കൊണ്ട് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് നടുക്കത്തെ ഒരു പോർഷനാണ്. അത് ഞാൻ വെച്ച് കൊടുത്തതിന് ശേഷം വെറ്റ് ചെയ്യുന്നുണ്ട്. വെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ക്രീം വീണ്ടും അപ്ലൈ ചെയ്ത് കൊടുക്കാം. ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ ഈ പൈപ്പിംഗ് ബാഗ് ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഞാനിപ്പോഴും ബിഗിനേഴ്സിനെ പോലൊക്കെ തന്നെ ഞാൻ പൈപ്പിംഗ് ബാഗ് തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്. അതാണ് എനിക്ക് കൂടുതൽ കംഫർട്ടായിട്ട് തോന്നാറുള്ളത്. പാലറ്റ് നൈഫ് കൊണ്ട് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ചെറി കൃഷി ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ വൈറ്റ് കോമ്പൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മുകളിലത്തെ ലെയർ വെക്കാം. മുകളിലത്തെ ലെയർ എന്ന് പറയുന്നത് ഏറ്റവും അടിയിലത്തെ ലെയറാണ് മുകളിലോട്ട് കമത്തി ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് ക്രംസ് കുറേയൊക്കെ ഒഴിവാക്കാൻ പറ്റും നമ്മൾ ഐസിങ് ചെയ്യുമ്പം. എപ്പോഴും ഞാൻ ഈ ഒരു രീതിയിൽ തന്നെയാണ് വെച്ച് കൊടുക്കാറുള്ളത്. നമുക്ക് പിന്നെ മുകളിലും കുറച്ച് ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം സൈഡിലും ആ പൈപ്പിംഗ് ബാഗ് കൊണ്ട് തന്നെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ പൈപ്പിംഗ് ബാഗ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ക്രീം ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ ആയിട്ടുള്ളവരാണെങ്കിൽ പൈപ്പിംഗ് ബാഗ് യൂസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അതിനുശേഷം പാലറ്റ് നൈഫ് കൊണ്ട് മുകൾ ഭാഗം ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സൈഡും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സൈഡ് ജസ്റ്റ് ഒന്ന് പാലറ്റ് നൈഫ് കൊണ്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ ഏതെങ്കിലും ഒരു സ്ക്രേപ്പർ എടുക്കാവുന്നതാണ്. സ്ക്രേപ്പർ യൂസ് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. ഇങ്ങനെ ക്രം കോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 1 അവർ കീപ്പ് ചെയ്യണം. ഫ്രിഡ്ജിൽ 1 അവർ വെച്ചതിന് ശേഷമാണ് നമ്മൾ ബാക്കി കോട്ടിങ് കൊടുക്കുന്നത്. സ്ക്രേപ്പർ കൊണ്ട് സൈഡ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. മുകളിലും പാലറ്റ് നൈഫ് കൊണ്ട് അതുപോലെ തന്നെ ഒന്ന് ലെവലാക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം. ക്രീമിലോട്ട് കളർ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ക്രീം നന്നായിട്ട് സ്റ്റിഫായിട്ട് ബീറ്റായിരിക്കണം. കളർ ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും 2-3 ഡ്രോപ്പ് ആദ്യം ആഡ് ചെയ്തതിന് ശേഷമാണ് ബാക്കി കളർ ആഡ് ചെയ്യാൻ പാടുള്ളൂ. മൂന്നാമത്തെ കാര്യം, നമ്മൾ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള കളറുകൾ വേണം ചൂസ് ചെയ്യാനായിട്ട്. മാജിക്കിൻ്റെ കളർ നല്ലതാണ്. ചെഫ് മാസ്റ്ററിൻ്റെ കളർ നല്ലതാണ്. ചെഫ് മാസ്റ്ററാണ് ഏറ്റവും നല്ലത്. അത് നമ്മൾ ആഡ് ചെയ്തിട്ട് നമ്മൾ ക്രീമിലോട്ട് ആഡ് ചെയ്ത് നമുക്ക് സെയിലിനൊക്കെ വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യുന്നതാണ്. എങ്ങനെയായാലും നമ്മൾ കളർ പൊടികളും മറ്റു കാര്യങ്ങളൊന്നും നമ്മൾ ഒരിക്കലും വിപ്പിംഗ് ക്രീമിലോട്ട് ചേർക്കാൻ പാടുള്ളതല്ല. ഈ ക്രീം നന്നായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സ്പാച്ചുല മാത്രമാണ് എടുക്കാൻ പാടുള്ളൂ. വേറെ ബീറ്റ് ചെയ്തോ അങ്ങനെയൊന്നും എടുത്തിട്ടുണ്ടെങ്കിൽ അത് മൊത്തം ലൂസായി പോകും. അതിനുശേഷം നമ്മൾ ഫ്രിഡ്ജിൽ കുറച്ച് നേരം കീപ്പ് ചെയ്യണം. ഒരു 1/2 മണിക്കൂർ നേരം കീപ്പ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ക്രീം എടുത്തിട്ട് ഇങ്ങനെ കേക്കിലോട്ട് ആഡ് ചെയ്യാൻ. കേക്കിലോട്ട് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ മുകൾ ഭാഗത്ത് ആദ്യം ക്രീം ചെയ്ത് കൊടുക്കുന്നു. പിന്നെ സൈഡ് ഭാഗത്ത് ക്രീം ചെയ്ത് കൊടുക്കാം. ഇത് ലാസ്റ്റ് കോട്ടിംഗ് ആണ് ഞാൻ ഈ ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മളൊരു ക്രം കോട്ട് കൊടുത്തിരുന്നു. ആ ക്രം കോട്ട് കൊടുത്ത് 1 അവർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്ത കേക്കാണിത്. ക്രം കോട്ട് കൊടുക്കുന്ന ഈ ക്രംസൊക്കെ ഒഴിവാക്കാനും ഇങ്ങനെ ക്രംസൊക്കെ ഒഴിവാക്കി നമുക്ക് ക്രീം നല്ല പെർഫെക്റ്റായിട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ചെയ്താലാണ് കേക്ക് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ.
അപ്പോൾ ഇങ്ങനെ ഞാൻ വാരി വലിച്ച് ക്രീമൊക്കെ തൂത്ത് വെച്ചിട്ടുണ്ട് സൈഡ് വഴിയെല്ലാം. അത് നമുക്ക് എങ്ങനെയാണ് സെറ്റപ്പായിട്ട് അടിപൊളിയായിട്ട് എടുക്കണേ നമുക്ക് നോക്കാം. അത് ഞാൻ പാലറ്റ് നൈഫ് കൊണ്ട് മുകളിലൊന്ന് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് സൈഡ് ഭാഗം ക്ലീൻ ചെയ്യാം. ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി, ഒന്ന് ലെവലാക്കി കൊടുക്കുക. ഒരുപാട് ഷേപ്പൊന്നും ഈ സമയത്ത് നമുക്ക് ആക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ സൈഡ് ഭാഗം പാലറ്റ് നൈഫ് കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഷേപ്പായി കൊടുക്കുക. അതിനുശേഷം നമുക്ക് സ്ക്രേപ്പർ യൂസ് ചെയ്യാം. സ്ക്രേപ്പർ യൂസ് ചെയ്യുന്നത് ക്രീം ഈവനായിട്ട് കിട്ടാനും പെർഫെക്റ്റായിട്ട് സൈഡൊക്കെ ക്ലീനായിട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ്. ഈ ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരിക്കലും ഈ തൂത്ത് വെച്ച് ഈ അപ്ലൈ ചെയ്തിരിക്കുന്ന ക്രീം ഒരിക്കലും തിരിച്ച് ഇങ്ങനെ നമ്മൾ വടിച്ചെടുക്കരുത്. ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം ഈ സ്ക്രേപ്പർ കൊണ്ട്. അല്ലാതെ പാലറ്റ് നൈഫ് കൊണ്ടോ ഈ സ്ക്രേപ്പർ കൊണ്ടോ ഈ തൂത്ത് വെച്ചിരിക്കുന്ന ക്രീം ഒരിക്കലും മുഴുവനായിട്ട് നമ്മളത് ആ സ്ക്രേപ്പറിൽ എടുക്കാൻ പാടുള്ളതല്ല. നോക്കുക, എവിടെയെങ്കിലും ഇൻകംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഈ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഭാഗത്ത് നമ്മളിങ്ങനെ ക്രീം കുറച്ച് കുറച്ച് തൂത്ത് കൊടുക്കണം. അതിനുശേഷം വീണ്ടും നമ്മൾ സ്ക്രേപ്പർ കൊണ്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. സ്ക്രേപ്പർ കൊണ്ട് ഷേപ്പ് ചെയ്യുമ്പം സ്ക്രേപ്പർ ഒന്ന് കഴുകി വൃത്തിയാക്കിയോ അല്ലെങ്കിൽ ഒരു ഇച്ചിരി വെള്ളത്തോടു കൂടി എടുത്താലും കുഴപ്പമില്ല. ഇങ്ങനെ ഡ്രൈ ആയിട്ട് എടുക്കണ്ട. നമ്മൾ ആ സ്ക്രേപ്പർ ഒന്ന് നനച്ചെടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് നന്നായിട്ട് ഷേപ്പായി കിട്ടുന്നതാണ്. ഈ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഭാഗത്ത് ഈ ക്രീം ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് 2-3 പ്രാവശ്യം നമുക്ക് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. ഞാൻ ഒരു പ്രാവശ്യം മാത്രമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളൂ. ഇങ്ങനെ നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കും ഇങ്ങനെ. അതിനുശേഷം മുകളിലൊക്കെ പൊങ്ങിയിരിക്കുന്ന ഭാഗമാണല്ലോ, അത് നമുക്ക് പാലറ്റ് നൈഫ് കൊണ്ട് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഓരോ പ്രാവശ്യം ഇങ്ങനെ ലെവൽ ചെയ്തതിന് ശേഷം നമ്മൾ പാലറ്റ് നൈഫ് വൃത്തിയാക്കണം. അല്ലെങ്കിൽ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് നമുക്ക് പാലറ്റ് നൈഫ് കൊണ്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. താഴ്ഭാഗത്തും കുറച്ച് ക്ലീൻ ആവാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെയും കൂടി ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് ഈ സ്ക്രേപ്പർ കൊണ്ട് എടുക്കാം. സ്ക്രേപ്പർ വെറുതെ ഒന്ന് റൗണ്ട് ചെയ്ത് എടുക്കുന്നുള്ളൂ. കുറച്ച് ക്രീം മാത്രമാണ് അതിനുള്ളിൽ നമുക്ക് പോരുന്നുള്ളൂ. അല്ലാതെ മുഴുവനും നമ്മൾ ക്രീം എടുക്കരുത് ഈ സ്ക്രേപ്പർ കൊണ്ട്. അതിനുശേഷം പാലറ്റ് നൈഫ് കൊണ്ട് വീണ്ടും നമുക്ക് മുകൾ ഭാഗം ക്ലീൻ ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് നമ്മൾ നന്നായിട്ട് ഒന്ന് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം വെള്ളത്തിൽ ഒന്ന് കഴുകിയതിന് ശേഷം പാലറ്റ് നൈഫ് യൂസ് ചെയ്യാം. അതായിരിക്കും നല്ലത്. ഈ സ്ക്രേപ്പർ കൊണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ സൈഡിൽ ലൈൻ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഇതുപോലത്തെ ലൈൻ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ക്രേപ്പറുകൾ യൂസ് ചെയ്യുമ്പം ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം അപ്പോൾ തന്നെ നമ്മൾ യൂസ് ചെയ്യണം ഇതുപോലത്തെ സ്ക്രേപ്പർ. ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആയതിനു ശേഷം ഇത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതിനുശേഷം ഞാൻ മുകളിലൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മുടെ കേക്കൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ പെർഫെക്റ്റായിട്ട് കേക്കൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്ക് കമൻറ്റ് അയക്കേണ്ടതാണ്. നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ട് പെർഫെക്റ്റായിട്ട് കിട്ടുകയാണെങ്കിൽ. അതിന് ശേഷം നമുക്ക് ഇതിന് സ്റ്റാർ നോസിൽ കൊണ്ട് 2-3 ഫ്ലവർ ഇട്ട് കൊടുക്കണം. ഈ സ്റ്റാർ നോസിലാണ് ഞാൻ എടുക്കുന്നത്. നമ്പറൊന്നും എനിക്കറിയില്ല, ഞാൻ വെറുതെ കടയിൽ നിന്ന് വാങ്ങിച്ചൊരു സ്റ്റാർ നോസിലായിരുന്നു. ഇതുപോലെയാണ് ഫ്ലവർ വരയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ലൈക്കും ഷെയറും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ.